Okay, so sorry for the delay that happened. So today we are going to discuss the Sanskrit drama. So if you ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് മലയാളം സെഷനാണ്, മലയാളം എക്സ്പ്ലനേഷൻ ഈ സെഷനിലുള്ളത്. ഇംഗ്ലീഷ് സെഷൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന നമ്മുടെ പേപ്പറിന്റെ പേര്. സോ അതിനകത്ത് വരുന്നതാണ് സാൻസ്ക്രിറ്റ് ഡ്രാമ. ഇന്നലെ നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സാൻസ്ക്രിറ്റ് ഡ്രാമ. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് എക്സാമിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. In this section, we shall examine Sanskrit drama in a more detailed manner. നമ്മൾ ഈ സെഷനിൽ we shall examine, നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. ഇൻ എ മോർ ഡീറ്റെയിൽഡ് മാനർ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഇന്ത്യൻ ഡ്രാമയെ കുറിച്ച് പഠിച്ചപ്പോൾ അല്പമായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സാൻസ്ക്രിറ്റ് ഡ്രാമ എന്താണെന്നൊക്കെ പഠിക്കാനായിട്ട് പോവുകയാണ്. A vast country like India cannot have a singular dramatic tradition. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടു, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ വിസ്തീർണം മാത്രമല്ല. അപ്പൊ ഈ വിസ്തീർണത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ് എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്, ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അപ്പോ ഈ പല പാരമ്പര്യങ്ങളും പല എന്താണ് കൾച്ചർ സംസ്കാരങ്ങളും ഒക്കെ എന്താണ് അതിന്റെയൊക്കെ ആവിർഭാവമാണ് ഡ്രാമ. അത് ഓരോ സംസ്കാരങ്ങളിലും വ്യത്യസ്തങ്ങളായ ഡ്രാമ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ പല ഡ്രമാറ്റിക് ട്രഡീഷൻ, അതായത് ഇന്ത്യയിൽ ഉദയം കൊണ്ടിട്ടുള്ളതായ ഡ്രാമാസ് കേവലം ഒരു ഡ്രമാറ്റിക് ട്രഡീഷൻ അല്ലെങ്കിൽ ഒരേ നാടക പാരമ്പര്യത്തിൽ നിന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ നാടക പാരമ്പര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് കഴിയും. അപ്പൊ വ്യത്യസ്തങ്ങളായ ഒത്തിരിയേറെ സംസ്കാരങ്ങളിൽ, 1-2 സംസ്കാരങ്ങളല്ല ഭാരതത്തിലുള്ളത്, ഒട്ടനവധി സംസ്കാരങ്ങളുണ്ട്. നമുക്ക് അറിയാം, ഭാരതത്തിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ മാറുന്നതനുസരിച്ച് ഭാരതത്തിന്റെ സംസ്കാരങ്ങൾ മാറാറുണ്ട്. അപ്പം സംസ്കാരങ്ങളും അവിടെ ഉദയം കൊള്ളുന്ന നാടകത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യയെ പോലെ ഇത്ര വിശാലമായ ഒരു രാജ്യത്തില് കേവലം ഒരു നാടക പാരമ്പര്യം മാത്രം നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എ വാസ്റ്റ് കൺട്രി ലൈക്ക് ഇന്ത്യ cannot have a singular dramatic tradition. Given us, we discussed before the various influence on the genre as well as the diversity of the subcontinent and how these communities received and adapted drama. As we discussed before, നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ, the various influences on the genre as well as the diversity of the subcontinent and how these communities received and adapted drama. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ഒത്തിരിയേറെ എന്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഇന്ത്യൻ ഡ്രാമയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ എന്ത് ചെയ്യും? ആ ഡ്രാമയിലേക്ക് സ്വാധീനിക്കപ്പെടും. അപ്പം ജോൺട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗറി ഓർ ടൈപ്പ് ഓഫ് വർക്ക്. അപ്പോ ഏത് തരം വർക്കാണ് എന്നുള്ളതിനെയാണ് ജോൺട്ര കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡ്രാമ ആയിരിക്കാം, പോയിട്രി ആയിരിക്കാം, ഫിക്ഷൻ ആയിരിക്കാം. അപ്പോ ഇന്ത്യയിലെ ഡ്രാമ അല്ലെങ്കിൽ ഡ്രാമകൾക്കകത്തോട്ട്, ഓരോ സ്ഥലങ്ങളിലെയും ഡ്രാമകൾക്കകത്തോട്ട് ആ ഓരോ സ്ഥലത്തിന്റെയും വ്യത്യസ്തതകൾ അതിലേക്ക് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ആഗിരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. However, എന്നിരുന്നാലും, one of the most prominent dramatic traditions to have emerged is Sanskrit drama. അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും one of the most prominent dramatic traditions, വളരെ പ്രാമുഖ്യമുള്ളതായ ഒരു നാടക പാരമ്പര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സാൻസ്ക്രിറ്റ് ഡ്രാമകൾ തന്നെയാണ്. അതേഴ്സ് ഇൻക്ലൂഡ്, മറ്റുള്ളവയിൽ പ്രധാനമായിട്ടുള്ളത് ദ ഡാൻസ് ഡ്രാമ ഓഫ് സദേൺ ഇന്ത്യ, സദേൺ ഇന്ത്യയിലെ എന്താണ് ഡാൻസ് ഡ്രാമ. അതോടൊപ്പം തന്നെ as well as the Sanskrit tradition of southern India, such as the കൂടിയാട്ടം in Kerala. അപ്പം സദേൺ ഇന്ത്യയിലെ സംസ്കൃത പാരമ്പര്യമായ കേരളത്തിലെ കൂടിയാട്ടം, ഇതെല്ലാം എന്താണ്? വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ വളരെ പ്രാമുഖ്യമുള്ളതായ നാടക പാരമ്പര്യത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ, ഇൻ ദിസ് സെക്ഷൻ, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സെക്ഷനിൽ
വി ഷാൽ എക്സാമിൻ സാൻസ്ക്രിറ്റ് ഡ്രാമ ഇൻ എ മോർ ഡീറ്റെയിൽഡ് മാനർ. നമ്മൾ സംസ്കൃത ഡ്രാമയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ആഴത്തിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. എ വാസ്റ്റ് കൺട്രി ലൈക്ക് ഇന്ത്യ കനോട്ട് ഹാവ് എ സിംഗുലർ ഡ്രമാറ്റിക് ട്രഡീഷൻ. അപ്പം ഭാരതത്തെ പോലെ വളരെ വിശാലമായ ഒരു രാഷ്ട്രത്തിന് കേവലം ഒരു നാടക പാരമ്പര്യം മാത്രമല്ല ഉള്ളത്. Given as we discussed before, the various influences on the genre as well as the diversity of the subcontinent and how these communities received and adapted drama. അപ്പൊ എന്താണ് വ്യത്യസ്തങ്ങളായ എന്താണ് വ്യത്യസ്തങ്ങളായ കൾച്ചേഴ്സ്, സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഡ്രാമയെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. However, എന്നിരുന്നാലും one of the most prominent dramatic traditions to have emerged is Sanskrit drama. എന്നിരുന്നാലും എന്താണ് വളരെ പ്രാധാന്യത്തോടുകൂടി ആവിർഭവിച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറയുന്നത്. അതേഴ്സ് ഇൻക്ലൂഡ്, മറ്റുള്ളവയിൽ എന്തുണ്ട്? അപ്പം സംസ്കൃത നാടകത്തെ പോലെ തന്നെ മറ്റ് പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് എന്താണ്? Sanskrit tradition of others include the dance drama of the southern India. Southern ഇന്ത്യയിലെ ഡാൻസ് ഡ്രാമ. അതോടൊപ്പം തന്നെ സാൻസ്ക്രിറ്റ് ട്രഡീഷൻ ഓഫ് സദേൺ ഇന്ത്യയിലെ സാൻസ്ക്രിറ്റ് ട്രഡീഷന് എന്താണ്? കൂടിയാട്ടം അതിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ്. അത് നമുക്ക് അധികം അതിൽ പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ കണ്ടന്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനായിട്ട് പറ്റും. 2-3 പോയിന്റ്സ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നുള്ളൂ. ബേസിക്കലി എന്താണ്? ഇന്ത്യയുടെ ആ വിശാലത, ദ വാസ്റ്റ്നെസ് ഓഫ് ദ നേഷൻ ഇന്ത്യ. അപ്പം അത് കാരണം ഒത്തിരിയേറെ നാടകങ്ങൾ പല ഇടങ്ങളിലെ വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ നാടകങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ അവയുടെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ആണ് പ്രധാനം. എന്താണ്? അതുകൊണ്ട് വി കനോട്ട് ഹാവ് എ സിംഗുലർ ഡ്രമാറ്റിക് ട്രഡീഷൻ. ആ ഒരു സെന്റൻസ് ആണ് പ്രധാനം. അതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. സോ ഇന്ത്യ ഇത്രയും വിശാലമായതുകൊണ്ട്, സിൻസ് ഇന്ത്യ ഈസ് സച്ച് എ വാസ്റ്റ് കൺട്രി, സോ എവരി കൾച്ചർ വിൽ കോൺട്രിബ്യൂട്ട് its own contribution to the dramatic traditions of that particular place. So we cannot have a singular dramatic tradition. അതാ ഒരു പോയിന്റ് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് കഴിയും. However, എന്നിരുന്നാലും one of the most prominent dramatic traditions to have emerged is the Sanskrit drama. എന്നിട്ട് ഈ സെന്റൻസും കൂടെ, others include the dance drama of the southern India as well as the Sanskrit drama of southern India such as the കൂടിയാട്ടം ഇൻ കേരള. 2-3 സെന്റൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു രണ്ടാമത്തെ സെന്റൻസ് കൂടി എഴുതി കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ആക്കി എഴുതാൻ പറ്റും. ഇനിയുള്ളതാണ് പ്രധാനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാട്യശാസ്ത്ര കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അക്കോർഡിംഗ് ടു ദ നാട്യശാസ്ത്ര, അപ്പോ നാട്യശാസ്ത്ര ആരാ എഴുതിയത്? നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ് അല്ലെ? ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. അക്കോർഡിംഗ് ടു നാട്യശാസ്ത്രം ആരാണ് എഴുതിയത്? ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. ഈ ഡ്രമാറ്റിക് ഒക്കെ അതിലിപ്പോ ഡ്രാമയെ കുറിച്ച്, ഡ്രാമ എങ്ങനെ എഴുതണം, എന്തൊക്കെ അതിലുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഈ നാട്യശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രമാറ്റിക് വർക്ക് ഒരു നാടകത്തിൽ പർപ്പസ് വാസ് ടു പ്രൊവൈഡ് നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ്. ഇതൊരു പ്രധാനപ്പെട്ട സെന്റൻസ് ആണ്. ഇത് നിങ്ങൾ ഈ ചില പ്രധാനപ്പെട്ട സെന്റൻസ് നിങ്ങൾ അതുപോലെ ഓർത്തു വെക്കുകയും എക്സാമിന് എഴുതുകയും വേണം. കാരണം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മൾ കാണപ്പെടുന്ന മൂവീസ്, സിനിമാസ്, ഇവയൊക്കെ ദ പ്രൈം പർപ്പസ്, അവയുടെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്നുള്ളത് ജസ്റ്റ് എന്റർടൈൻമെന്റ്. ദാറ്റ് ഈസ് ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ മൂവികളൊക്കെ സാധാരണഗതിയിൽ എന്തിനാ സൃഷ്ടിക്കുന്നത്? ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. വെറുതെ എന്താണ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമെന്നല്ല, മിക്ക മൂവികളിലും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ജസ്റ്റ് ടു എന്റർടൈൻ പീപ്പിൾ. ആളുകൾ എന്ത് ചെയ്യുക? എന്റർടൈൻ ചെയ്യിക്കുക എന്ന് ഇത് മാത്രമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു ദ നാട്യശാസ്ത്ര പ്രകാരം ഈ ഡ്രമാറ്റിക് വർക്ക്സ് പർപ്പസ്, ഒരു ഡ്രാമയുടെ ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ്, എന്ത് നൽകുന്നതിനാണ്? നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ്
ആ എന്റർടൈൻമെന്റ് അതിന് നമുക്ക് ലഭിക്കും. എന്നാൽ എന്റർടൈൻമെന്റ് നൽകുക മാത്രമല്ല, നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആൻഡ് പ്ലഷർ, എന്റർടൈൻമെന്റും പ്ലഷറും നൽകുന്നതിന് വേണ്ടി മാത്രമല്ല. എല്ലാത്തിനും മലയാളം പറയുന്നില്ല, നിങ്ങൾക്ക് ഒരുവിധം പറയുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പോ നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആൻഡ് പ്ലഷർ, എന്റർടൈൻമെന്റും പ്ലഷറും നൽകുക മാത്രമല്ല, പകരം എന്തൊക്കെയാണ്? പക്ഷേ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ, വെൽത്ത് സമ്പത്ത്, ജസ്റ്റിസ് നീതി, ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ ആത്മീകമായ ലിബറേഷനും നൽകുന്നതാണ് എന്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? നാടകത്തിന്റെ പർപ്പസ്, ഡ്രാമയുടെ പർപ്പസ്. ആരാ പറഞ്ഞത്? പറഞ്ഞത് നാട്യശാസ്ത്രയിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ നാട്യശാസ്ത്രയിൽ ഈ ഡ്രമാറ്റിക് വർക്ക്, ഒരു നാടകത്തിന്റെ വർക്ക്സ് പർപ്പസ്, ഒരു നാടകത്തിന്റെ ഉദ്ദേശ്യം ടു പ്രൊവൈഡ്, എന്തിനാണ്? നൽകി കൊടുക്കുന്നതിനാണ്. എന്ത് നൽകി കൊടുക്കുന്നതിന്? to provide not just entertainment and pleasure, എന്റർടൈൻമെന്റും പ്ലഷറും മാത്രം നൽകുന്നതിനല്ല നാടകം, പക്ഷെ എന്തിനൊക്കെ കൂടിയാണ്? ബട്ട് ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, വെൽത്ത് സമ്പത്ത് നൽകുന്നതിന്, ജസ്റ്റിസ് നീതി നൽകുന്നതിന്, ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ ആത്മീകമായ ലിബറേഷനും നൽകുന്നതിന്. ഒരു സെക്കൻഡ്, ഞാൻ പറയുന്നത് കറക്റ്റ് ഓഡിബിളാ? കേൾക്കുന്നുണ്ടോ വിദ്യ? ഞാൻ പറയുന്നത് കറക്റ്റ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്താണ്? അപ്പോ നാട്യശാസ്ത്ര പ്രകാരം എന്താണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം ഒരു ഡ്രാമയുടെ പ്രധാന പർപ്പസ് എന്നുള്ളത്, എന്തോന്നൊക്കെയാണ്? ടു പ്രൊവൈഡ് നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആൻഡ് പ്ലഷർ, എന്റർടൈൻമെന്റും പ്ലഷറും നൽകുക മാത്രമല്ല, പക്ഷെ എന്തൊക്കെയാണ്? ബട്ട് ഇൻസ്ട്രക്ഷൻ, വെൽത്ത്, ജസ്റ്റിസ് ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ, ആത്മീക ലിബറേഷനും നൽകുന്നതിനും കൂടെയാണ് എന്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഡ്രാമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ. ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മുക്തി. അതായത് ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് എന്താ പറയുന്നത്? നമുക്ക് ഈ ഈ ജനന മരണം, അതായത് ജനിച്ചു മരിച്ചു, ആ ഒരു സൈക്കിളിൽ നിന്നുള്ളതായ ഒരു മോചനമാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. ഫൈനലി ഈശ്വരനോടൊപ്പം ഒരു വ്യക്തി ലയിച്ചു ചേരുന്നു. അപ്പോ അതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ഷ എന്ന് എന്തിൽ പറയുന്നത്? ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നത്. അപ്പം ഈ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്, അതിൽ നിന്നുള്ള മോചനം. അപ്പം അക്കാര്യങ്ങളെ കുറിച്ചുള്ളതായ കാര്യങ്ങളും എവിടെ പറയും? ഡ്രാമയില് പറയും. അപ്പൊ ഡ്രാമയിൽ എന്തൊക്കെ പറയും? ഇൻസ്ട്രക്ഷൻസ് നൽകും, വെൽത്തിനെ കുറിച്ച് പറയും, ജസ്റ്റിസിനെ കുറിച്ച് പറയും, സ്പിരിച്വൽ ലിബറേഷനെ കുറിച്ച് പറയും. വെൽത്ത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അഭിനയിക്കുന്നതും ഇത് സൃഷ്ടിക്കുന്നവരുടെയും ലഭിക്കുന്നതായ സമ്പത്തിനെ കുറിച്ചായിരിക്കാം. ദാറ്റ്സ് വൈ സാൻസ്ക്രിറ്റ് ഡ്രാമ ഡസ് നോട്ട് ഹാവ് എ ട്രാജിക് എൻഡിങ് ബിക്കോസ് ദാറ്റ്സ് വൈ, അതുകൊണ്ട് എന്താണ്? സാൻസ്ക്രിറ്റ് ഡ്രാമ ഡസ് നോട്ട് ഹാവ് എ ട്രാജിക് എൻഡിങ്. അതുകൊണ്ട് സംസ്കൃത നാടകത്തിന് എന്തില്ല? ഒരു ട്രാജിക് എൻഡിങ് നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ എന്തില്ല എന്ന് പറയുന്നത്? ട്രാജിക് എൻഡിങ് നമുക്ക് കാണാനായിട്ട് ഇല്ലെന്ന്. സാൻസ്ക്രിറ്റ് ഡ്രാമയില് എന്ത് കാണാൻ കഴിയത്തില്ലെന്ന് പറയുന്നത്? ട്രാജിക് എൻഡിങ് കാണാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. നോക്കുക. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ഗ്രീക്ക് ഡ്രാമയും സാൻസ്ക്രിറ്റ് ഡ്രാമയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ നമ്മളൊരു വ്യക്തിയുടെ പേര് പറഞ്ഞു, എന്താണ്? ചിലന്തി വലയൊക്കെ ക്ലാസ് വെച്ച് പറഞ്ഞിട്ട് എന്താണ്? വെബ്ബർ അല്ലേ? വെബ്ബറാ പറഞ്ഞത് ഗ്രീക്ക് ഡ്രാമ ഗ്രീക്ക് ഇൻവേഷൻ മുഖാന്തരം ഗ്രീക്ക് ഡ്രാമ സാൻസ്ക്രിറ്റ് ഡ്രാമയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതില് ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയാൻ നമ്മൾ പറഞ്ഞതായ ഒരു കാരണം എന്തായിരുന്നു? ഗ്രീക്ക് ഡ്രാമയിൽ ഒത്തിരി എന്തുണ്ട്? ട്രാജഡി ഉണ്ട്. പക്ഷെ നമ്മുടെ സാൻസ്ക്രിറ്റ് ഡ്രാമ ഡസ് നോട്ട് ഹാവ് എ ട്രാജിക് എൻഡിങ്. എന്തില്ല? സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ട്രാജിക് എൻഡിങ് ഇല്ല. എന്താണ്? ബിക്കോസ് ഇൻ ഹിന്ദു കോസ്മോളജി ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. അപ്പം ഹൈന്ദവ വിശ്വാസ പ്രകാരം എന്താണ്?
ഹൈന്ദവ വിശ്വാസ പ്രകാരം ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. മരണം എന്തല്ല? മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല. മരണം എന്തല്ല? മനുഷ്യന്റെ അവസാനം അല്ല. കോസ്മോളജി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ ശാസ്ത്രം. കോസ്മോളജിയുടെ കറക്റ്റ് മീനിങ് വരുമ്പോൾ ബ്രഹ്മാണ്ഡ ശാസ്ത്രം. ഓക്കെ, അപ്പോ ഹൈന്ദവ ബ്രഹ്മാണ്ഡ ശാസ്ത്രം അനുസരിച്ച് ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. മരണം എന്തല്ല? അവസാനം അല്ല. ബട്ട് എ മീൻസ് ടു ഈതർ അച്ചീവ് സ്പിരിച്വൽ ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ലൈഫ് ഓർ ബി റീബോൺ ടിൽ ഈസ് അച്ചീവ്ഡ്. എന്താണ് മരണം എന്നുള്ളത്? എ മീൻസ് ടു ഈതർ അച്ചീവ് സ്പിരിച്വൽ ലിബറേഷൻ, ഒരു എന്താണ് ആത്മീകമായ ലിബറേഷൻ. ലിബറേഷന്റെ കറക്റ്റ് മീനിങ് ആത്മീകമായ വിമോചനം, സ്വാതന്ത്ര്യം, ആത്മീകമായ സ്വാതന്ത്ര്യം പ്രാപിക്കുക. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്? സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ഈ ജനന മരണ അല്ലെങ്കിൽ ജനിച്ച് മരിച്ച് ഇങ്ങനെ പോകുന്ന ആ സൈക്കിളിൽ നിന്നുള്ളതായ മോചനം പ്രാപിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ മോചനം പ്രാപിക്കുന്നത് വരെയും വീണ്ടും ജനനം അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് ഹിന്ദു വിശ്വാസത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് അതിലെന്ത് വരത്തില്ല? ഒരു ട്രാജിക് എൻഡിങ് നമുക്ക് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഗ്രീക്ക് ഡ്രാമയിൽ നമ്മൾ ഇന്നലെ പഠിച്ചു കൂടുതലായിട്ടുള്ള എന്താണ് കാണാൻ കഴിയുന്നത്? ട്രാജിക് എൻഡിങ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. മോർ ഓവർ ദ രസ ഓർ ദ ഈസ്തെറ്റിക് സെന്റിമെന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. എന്നാൽ അതോടൊപ്പം തന്നെ എന്താണ്? മോർ ഓവർ കൂടുതലായിട്ട് ദ രസ ഓർ ദ ഈസ്തെറ്റിക് സെന്റിമെന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ മറ്റൊരു പ്രധാന ഘടകം എന്നുള്ളത് എന്താണ്? രസ അല്ലെങ്കിൽ ഈസ്തെറ്റിക് സെന്റിമെന്റ്. രസ അല്ലെങ്കിൽ ഈസ്തെറ്റിക് സെന്റിമെന്റ് എന്നുള്ളതാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ മറ്റൊരു പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സെന്റൻസ് ഒന്നുകൂടെ പറയാം. അക്കോർഡിംഗ് ടു ദ നാട്യശാസ്ത്ര പ്രകാരം എ ഡ്രമാറ്റിക് വർക്ക്സ് പർപ്പസ് വാസ് ടു പ്രൊവൈഡ് നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ്. ഒരു നാടകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം നോട്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആൻഡ് പ്ലഷർ, എന്റർടൈൻമെന്റും പ്ലഷറും നൽകുക എന്നുള്ളത് മാത്രമല്ല ഒരു നാടകത്തിന്റെ ഉദ്ദേശ്യം. പക്ഷേ പകരം എന്തൊക്കെയാണ്? ബട്ട് ഇൻസ്ട്രക്ഷൻ, വെൽത്ത്, ജസ്റ്റിസ് ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ. ഇൻസ്ട്രക്ഷൻ, ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക, നാടകത്തിലൂടെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക, നീതിയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക, ആത്മീക വിമോചനത്തെക്കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കുക. അത് മുഖാന്തരം സമ്പത്ത് നിർമ്മാതാവിനും കഥ അഭിനയിക്കുന്ന ആളുകൾക്കുമൊക്കെ ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് എന്തിന്റെ ഉദ്ദേശം എന്നുള്ളത്, നാട്യശാസ്ത്ര പ്രകാരം നാടകത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്. ദാറ്റ്സ് വൈ, അതുകൊണ്ട് സാൻസ്ക്രിറ്റ് ഡ്രാമ ഡസ് നോട്ട് ഹാവ് എ ട്രാജിക് എൻഡിങ്. അതുകൊണ്ട് സംസ്കൃത ഡ്രാമയിൽ നമുക്ക് ഗ്രീക്ക് ഡ്രാമയിൽ ഉള്ളതുപോലെ ട്രാജിക് എൻഡിങ് അത് ഒത്തിരി നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. എന്താണ്? ബിക്കോസ് കാരണം ഇൻ ഹിന്ദു കോസ്മോളജി, ഹൈന്ദവ ബ്രഹ്മാണ്ഡ ശാസ്ത്രം അനുസരിച്ച് ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. മരണം അല്ലെങ്കിൽ ഒരു ദുഃഖം ത്തിൽ പര്യവസാനിക്കുന്നതല്ല മനുഷ്യന്റെ അവസാനം എന്നുള്ളത്. ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. മരണം ഒന്നിന്റെയും അവസാനമല്ല. ബട്ട് പകരം എന്താണ്? എ മീൻസ് ടു ഈതർ അച്ചീവ് സ്പിരിച്വൽ ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ലൈഫ് ഓർ ബി റീബോൺ ടിൽ ഈസ് അച്ചീവ്ഡ്. എന്താണ്? ഒന്നുകിൽ മരണത്തോടുകൂടി ഈ ജനന മരണത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് എന്താണ് ദൈവത്തിൽ ലയിക്കുക, അല്ലെങ്കിൽ എന്താണ് വീണ്ടും ഒരിക്കൽ കൂടെ ജനിച്ച് ആ ഒരു എന്താണ് മോക്ഷയിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് മരണത്തിന്റെ ഉദ്ദേശം. അപ്പൊ മരണം എന്തല്ല? മരണം ഒരു ദുഃഖം കൊണ്ടുവരുന്ന കാര്യമല്ല. മരണം പകരം എന്തോന്നാണ്? ഒരു പ്രതീക്ഷ നൽകുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ എന്ത് വരത്തില്ല? ട്രാജഡികൾ നമുക്ക് അധികം കാണാനായിട്ട് കഴിയത്തില്ല. മോർ ഓവർ, അധികമായിട്ട് ദ രസ ഓർ ദ ഈസ്തെറ്റിക് സെന്റിമെന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ദ സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് രസ, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരെന്നാണ് ഈസ്തെറ്റിക് സെന്റിമെന്റ്. അപ്പൊ രസ അല്ലെങ്കിൽ ഈസ്തെറ്റിക് സെന്റിമെന്റ് എന്നുള്ളതാണ്. എന്താണ് ഈ രസ എന്നുള്ളത്? ദ ഡീപ് റിഫൈൻഡ് ഇമോഷണൽ ഫ്ലേവർ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓഡിയൻസ്. അപ്പം ഓഡിയൻസിന് ലഭിക്കുന്നതായ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ളതായ
റിഫൈൻഡ് ആയിട്ടുള്ളതായ ഇമോഷണൽ ഫ്ലേവർ. അപ്പോ ആളുകൾക്ക് ലഭിക്കുന്നതായ ഡീപ്പായിട്ടുള്ളതും റിഫൈൻഡ് ആയിട്ടുള്ളതുമായ എന്താണ് ഇമോഷണൽ ഫ്ലേവറിനെയാണ് എന്തെന്ന് പറയുന്നത്, രസ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് അപ്പൊ രസയെ കുറിച്ച് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ഹയസ്റ്റ് പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഹയസ്റ്റ് പർപ്പസ് ആയിട്ടാണ് രസയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വാട്ട് ഡസ് രസ ലിറ്ററലി മീൻ ഇൻ സാൻസ്ക്രിറ്റ്? സംസ്കൃതത്തില് രസ ലിറ്ററലി മീൻ, രസയുടെ നമുക്കിപ്പോ മലയാളത്തിൽ നമ്മൾ എന്താണ് രസം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സാൻസ്ക്രിറ്റിൽ രസ എന്നത് ലിറ്ററലി അതേപോലെ നമ്മൾ തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ ജ്യൂസ്, എസൻസ് ഓർ ഫ്ലേവർ, അതാണ് രസയുടെ മീനിങ്. ജസ്റ്റ് ലൈക്ക് എ ഫ്രൂട്ട്സ് ജ്യൂസ് ഈസ് ഇറ്റ്സ് എസൻസ്, ഇൻ ആർട്ട് ആൻഡ് ഡ്രാമ രസ ഈസ് ദ എസൻസ് ഓഫ് ഇമോഷൻസ് ദാറ്റ് ദ ഓഡിയൻസ് ഫീൽസ്. അപ്പൊ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്നതായ എന്താണ് ഇമോഷൻസിന്റെ എന്താണ് ആ ഇമോഷൻസിന്റെ എസൻസ് ആണ് രസ എന്ന് പറയുന്നത്. When we watch a play, we don't see actions. We feel joy, sadness, wonder or peace. അപ്പോൾ രസ is a refined അല്ലെങ്കിൽ heightened emotion that the audience experiences, not just the raw feeling. വെറുതെ ഉണ്ടാകുന്നതായ എന്തല്ല ഫീലിങ്സ് അല്ല, പക്ഷെ എന്താണ് അത് റിഫൈൻ ചെയ്യപ്പെട്ടതായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ളതായ വികാരങ്ങൾ, അത് ഏറ്റവും റിഫൈൻ ചെയ്യപ്പെട്ട് ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ളതായ എന്താണ് വികാരങ്ങളെയാണ് രസ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ടേസ്റ്റിംഗ് ഇമോഷൻസ് ഇൻ ദെയർ പ്യൂറസ്റ്റ്. വികാരങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ പൂർണ്ണ പരിശുദ്ധിയിൽ ആസ്വദിക്കുന്നതിനെയാണ് രസ എന്ന് പറയുന്നത്. വികാരങ്ങൾ അവയുടെ പൂർണ്ണ പരിശുദ്ധിയിൽ ആസ്വദിക്കുന്നതിനെയാണ് രസ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് the actors show love, relief and tears. Okay, imagine a scene where a king after a long war embraces his lost. അപ്പൊ രസയുടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഇമാജിൻ, നിങ്ങൾ സങ്കല്പിക്കുക, എ സീൻ വേർ എ കിങ് ആഫ്റ്റർ എ ലോങ് വാർ എംബ്രേസസ് ഹിസ് ലോസ്റ്റ് സൺ. ഒരു രാജാവ് ദീർഘനാളുകൾ യുദ്ധത്തിന് പോയിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണുന്നതായ സമയത്ത് എന്താണ്, ദ ആക്ടേഴ്സ് ഷോ ലവ്, റിലീഫ് ആൻഡ് ടിയേഴ്സ്. അപ്പം അഭിനയിക്കുന്ന ആൾക്കാർ എന്ത് കാണിക്കും? ആ ദീർഘവർഷങ്ങള് യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വന്ന രാജാവ് ആ മകനെ കാണുമ്പോൾ, അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും? ചുമ്മാ നിൽക്കും. പക്ഷെ അഭിനയിക്കാൻ അറിയത്തക്ക ആളാണെങ്കിൽ എന്ത് ചെയ്യും? ആ മകനെ കാണുമ്പോൾ ഉണ്ടാകുന്നതായ ആ വികാരമൊക്കെ അവരെന്ത് ചെയ്യും? അവർ അതുപോലെ അഭിനയിച്ച് കാണിക്കും, അല്ലേ? ആ സ്നേഹപ്രകടനങ്ങള്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്, അപ്പം ഇതൊക്കെ അവരങ്ങ് അഭിനയിച്ച് കാണിക്കുക. അപ്പൊ അതിനെയൊക്കെ അനുഭവ എന്നാണ് പറയുന്നത്. അപ്പൊ അവരങ്ങനെ അനുഭവിച്ച് ജനങ്ങളെ കാണിക്കുമ്പോൾ ഓഡിയൻസ് എന്ത് ചെയ്യും? എ ഡീപ് വാം ആൻഡ് ജോയ് ഇൻസൈഡ്. അവരുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടുള്ള എന്തുണ്ടാകും? ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു സന്തോഷമൊക്കെ അവർക്ക് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ ലഭിക്കുന്നതായ ആ ഒരു സന്തോഷത്തെയാണ് എന്തെന്ന് പറയുന്നത്? രസ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ രസ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. രസ മീൻസ് ഈസ്തറ്റിക് സെന്റിമെന്റ്. രസ അല്ലെങ്കിൽ ഈസ്തറ്റിക് സെന്റിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡീപ്പ് റിഫൈൻഡ് ഇമോഷണൽ ഫ്ലേവർ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓഡിയൻസ്. എന്താണ്? ആഴത്തിലുള്ളതും റിഫൈൻ ചെയ്യപ്പെട്ടതുമായിട്ടുള്ളതായ വികാരങ്ങൾ ഓഡിയൻസ് അനുഭവിക്കുന്നതായ ആഴത്തിലുള്ളതും റിഫൈൻ ചെയ്യപ്പെട്ടതുമായിട്ടുള്ളതായ എന്താണ്? റിഫൈൻഡ് അർത്ഥം എന്താണ്? സെക്കൻഡ്. ആഴത്തിലുള്ളതും റിഫൈൻ ശുദ്ധീകരിക്കപ്പെട്ടത്. ആഴത്തിലുള്ളതും ശുദ്ധീകരിക്കപ്പെട്ടതുമായിട്ടുള്ളതായ എന്താണ്? വികാരങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, രസയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് എന്താണ്? സംസ്കൃത ഡ്രാമയുടെ ഹയസ്റ്റ് പർപ്പസ്, ഏറ്റവും പ്രാധാന്യമുള്ള ഘടകമായിട്ട്, സംസ്കൃത ഡ്രാമയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് രസയെ കണക്കാക്കുന്നത്. അപ്പൊ രസ എന്ന് പറയുന്നത് എന്താണ്? രസ എന്ന് പറയുന്നത്
deep refined emotional flavor experienced by the audience. Deep refined emotional flavor experienced by the audience. അതിനെയാണ് രസ എന്ന് പറയുന്നത്. ഈ രസ എന്തെന്നാണ്? ദ ഹയസ്റ്റ് പർപ്പസ് ഓഫ് ദ സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ അതിന്റെ പരമോന്നത, അതിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് എന്തെന്നാണ്? സംസ്കൃത ഡ്രാമയുടെ പരമോന്നതമായ ലക്ഷ്യം എന്നുള്ളത് ആ രസ എന്നുള്ളതാണ്. അപ്പോൾ സംസ്കൃതത്തില് ഇൻ സാൻസ്ക്രിറ്റ് രസ ലിറ്ററലി മീൻസ് ജ്യൂസ്, എസൻസ് ഓർ ഫ്ലേവർ. സംസ്കൃതത്തില് എന്താണ് രസ എന്ന് പറയുന്നത്? ജ്യൂസ്, എസൻസ് ഓർ ഫ്ലേവർ എന്നുള്ളതാണ്. അപ്പോ ജസ്റ്റ് ലൈക്ക് എ ഫ്രൂട്ട്സ് ജ്യൂസ് ഈസ് ഇറ്റ്സ് എസൻസ്. ഒരു ഫ്രൂട്ട്സ് ജ്യൂസിന് ആ ഫ്രൂട്ടിന്റെ എസൻസ് ആയിരിക്കുന്നത് പോലെ in art and drama, rasa is the essence of emotions that the audience feels. അപ്പം ഡ്രാമയിൽ എന്താണ്? ഓഡിയൻസ് അനുഭവിക്കുന്നതായ വികാരങ്ങളുടെ ആ എസൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? രസ എന്ന് പറയുന്നത്. When we watch a play, we don't just see actions, we feel something, joy, sadness, wonder, fear or peace. അപ്പൊ നമ്മളൊരു ഒരു പ്ലേ, ഒരു നാടകം കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അനുഭവപ്പെടാം? ജോയ്, സന്തോഷം, സാഡ്നസ്, ദുഃഖം, വണ്ടർ, അതിശയങ്ങൾ, ഫിയർ, പേടി, പീസ്, സമാധാനം, ഇവയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. രസ എന്താണ് അതില്? ഈസ് റിഫൈൻഡ് ഹൈറ്റൻഡ് ഇമോഷൻ ദാറ്റ് ദ ഓഡിയൻസ് എക്സ്പീരിയൻസ്. എന്താണ് രസം എന്ന് പറയുന്നത്? റിഫൈൻഡ്, ശുദ്ധീകരിക്കപ്പെട്ടതും, ഹൈറ്റൻഡ് ഇമോഷൻ, അതിന്റെ ഏറ്റവും മേന്മയേറിയതായ വികാരങ്ങള് ആരനുഭവിക്കുന്നതാണ്? ഓഡിയൻസ്, എന്താണ്? കാഴ്ചക്കാർ അനുഭവിക്കുന്നത്. അത് ജസ്റ്റ് വെറുതെ ഉള്ള ഫീലിംഗ് അല്ല. അതെന്താണ്? അത് ശുദ്ധീകരിക്കപ്പെട്ട ഏറ്റവും തീവ്രമായ വികാരങ്ങൾ. ഇറ്റ്സ് ലൈക്ക് ടേസ്റ്റിംഗ് ഇമോഷൻസ് ഇൻ ദിയർ പ്യൂറസ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം. ഇമോഷൻസ്, വികാരങ്ങൾ എങ്ങനെയാണ് അത് രുചിച്ചറിയുന്നത്? അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ വികാരങ്ങളെ അനുഭവിച്ചറിയുന്നത്. ഒരു ഉദാഹരണമായിട്ട്, ഇമാജിൻ എ സീൻ വേർ എ കിങ് ആഫ്റ്റർ എ ലോങ് വാർ എംബ്രേസസ് ഹിസ് ലോസ്റ്റ് സൺ. ഒരു രാജാവ് ദീർഘനാളത്തെ യുദ്ധത്തിന് ശേഷം തന്റെ ആരെ കാണുകയാണ്? തന്റെ മകനെ കാണുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ അഭിനയിക്കും? അവര് ഷോ ലവ്, റിലീഫ് ആൻഡ് ടിയേഴ്സ്. അവർ സ്നേഹം പ്രകടിപ്പിക്കും. അച്ഛനും മകനും കണ്ടുമുട്ടുമ്പോൾ തമ്മിലുള്ള സ്നേഹം പ്രകടനം, അവർ തമ്മിൽ ഒരു വലിയൊരു ആശ്വാസം, അതോടൊപ്പം തന്നെ എന്താണ്? കണ്ണുനീര്. അപ്പൊ ഇതൊക്കെ കാണുന്നതായ സമയത്ത് എന്ത് സംഭവിക്കും? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫീൽ എ ഡീപ് വാം ആൻഡ് ജോയ് ഇൻസൈഡ്. അവരുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകും. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? രസ എന്ന് പറയുന്നത്. സോ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വൺ ഓഫ് അല്ല ടോപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് എന്തിലെ? സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? രസ. ആൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഓഡിയൻസ് refined emotional response evoked by the play. Rasa is broadly composed of vibhava, anubhava, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. സോ രസയെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രസയെ എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ബ്രോഡ്ലി കമ്പോസ്ഡ് ഓഫ്. രസ എന്തിന്റെയൊക്കെ കൂടിച്ചേരലാണ് രസ എന്ന് പറയുന്നത്? വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. അപ്പൊ രസ എന്ന് പറയുന്നത് 4 കാര്യങ്ങളുടെ കൂടിച്ചേരലുകളാണ്. ഏതിന്റെയൊക്കെയാണ്? വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. എന്തൊക്കെയാണ് വിഭവ എന്ന് പറയുന്നത്? വിഭവ എന്ന് പറയുന്നത് കോസ് ഓർ സ്റ്റിമുലസ്. വിഭവ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓർ സ്റ്റിമുലസ്. വിഭവ എന്നുള്ളതിന്റെ അർത്ഥം the situations, characters or events in the play that trigger an emotion. So വിഭവ എന്ന് പറയുന്നത് എന്താണ്? The situations, characters or events in the play that trigger an emotion. അപ്പോ വിഭവ എന്ന് പറയുന്നത് എന്താണ്? ഒരു നാടകത്തിലെ സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അവയൊക്കെ എന്ത് ചെയ്യും? ഒരു വികാരത്തെ അത് ഉണ്ടാക്കുന്നു. ഇപ്പൊ ഒരു വികാരത്തെ, ഒരു ദുഃഖമായ വികാരമായിരിക്കാം, ഒരു സന്തോഷം എന്ന വികാരമായിരിക്കും, ദുഃഖം എന്ന വികാരമായിരിക്കാം. ഇങ്ങനെയുള്ള വികാരങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ എന്തൊന്നാണ്? കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ, ഇവയൊക്കെ ഏതിൽ വരും? വിഭവയില് വരും. അപ്പൊ ഇതൊക്കെ എലോബറേറ്റ് ആക്കി എഴുതണം എക്സാമിന്. അപ്പം വിഭവ എന്ന് പറയുന്നത് ഞാൻ മറന്നു പോകാതിരിക്കാനാണ് പലവട്ടം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വിഭവ എന്നുള്ളത് എന്തൊന്നാണ്? ഒരു കഥയിലെ
സിറ്റുവേഷൻസ്, ക്യാരക്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഇവന്റ്സ്. പിന്നെ എന്താണ് ഒരു ഉദാഹരണം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻ ശകുന്തള, വെൻ കിങ് ദുഷ്യന്ത ഫസ്റ്റ് സീസ് ശകുന്തള, ദാറ്റ് മൊമെന്റ് ഈസ് ദ വിഭവ ഓഫ് ഫോർ ലവ്. എന്താണ് അപ്പൊ ശകുന്തള, അപ്പൊ നമ്മൾ പഠിക്കുന്നതായ ഈ കഥ തന്നെ എന്താണ് ഈ കഥയിൽ തന്നെ എന്താണ് ശകുന്തള ദുഷ്യന്തനെ കാണുന്നതായ സമയത്ത് ശകുന്തള ദുഷ്യന്തനെ കാണുകയും അവർ തമ്മിൽ കാണുമ്പോൾ തന്നെ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണത്? അതൊരു വിഭവ, അത് വിഭവയ്ക്കൊരു ഉദാഹരണം ആണ്. ദാറ്റ് മൊമെന്റ്, അങ്ങനെ അവർ കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭം അതെന്തിന്റെ ഉദാഹരണമാണ്? ദ വിഭവ ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു വിഭവ ആയിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. കോസ്, ഒരു കാരണമായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അടുത്ത് വരുന്നത് അനുഭവ, എഫക്ട് ഓർ വിസിബിൾ എക്സ്പ്രഷൻ. രണ്ടാമത് വരുന്നതാണ് അനുഭവ, ദ ഔട്ട്വേർഡ് സൈൻസ് ദാറ്റ് ഷോ ദ ഇന്നർ ഇമോഷൻ. ദ ഔട്ട്വേർഡ് സൈൻസ് ദാറ്റ് ഷോ ദ ഇന്നർ ഇമോഷൻ. അപ്പൊ ഉള്ളിലുള്ള വികാരങ്ങളുടെ ബാഹ്യമായ പ്രകടനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അനുഭവ. ഉള്ളിലുള്ള വികാരങ്ങളുടെ ബാഹ്യമായ പ്രകടനങ്ങൾ. ദ ഔട്ട്വേർഡ് സൈൻസ് ദാറ്റ് ഷോ ദ ഇന്നർ ഇമോഷൻ ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്സ്, ടോൺ ഓർ വോയിസ്. നമുക്കറിയാം ഒരു ദുഃഖ വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ എന്ത് ചെയ്യും? സംഭാഷണം, അവരുടെ ശബ്ദം ഇടറും. അതൊക്കെ അനുഭവ എന്താണ്? അതിന്റെ എഫക്റ്റ് ആണ്. ദ ഔട്ട്വേർഡ് സൈൻസ് ദാറ്റ് ഷോ ദ ഇന്നർ ഇമോഷൻ ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്സ് ഓർ ടോൺ ഓഫ് വോയിസ്. ഉദാഹരണം എന്താണ്? ദുഷ്യന്താസ് സോഫ്റ്റ് സ്മൈൽ ആൻഡ് ജെന്റിൽ വേർഡ്സ് ടുവേർഡ്സ് ശകുന്തള ആർ അനുഭവാസ് ഓഫ് ലവ്. അപ്പൊ ദുഷ്യന്തൻ സോഫ്റ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്നു, ജെന്റിൽ വേർഡ്സ് ഒക്കെ സംസാരിക്കുന്നതൊക്കെ എന്താണ്? അവിടെ ലവിന്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് അത് അനുഭവ. ഒന്നാമത് പഠിച്ചത് വിഭവ, പിന്നെ അനുഭവ. അടുത്തത് വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ, സപ്പോർട്ടിങ് ഓർ ട്രാൻസിറ്ററി ഇമോഷൻസ്, ടെമ്പററി ഇമോഷൻസ് ദാറ്റ് അറൈസ് ആൻഡ് ഫീഡ്, ഹെൽപ്പിംഗ് ദ മെയിൻ ഇമോഷൻ ഗ്രോ സ്ട്രോങ്ങർ. അപ്പോ എന്താണ്? താൽക്കാലികമായുള്ള വികാരങ്ങൾ അത് പെട്ടെന്ന് ഉയർന്നു വരികയും പെട്ടെന്ന് അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. പക്ഷെ എന്താണ് അങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരികയും പെട്ടെന്ന് ഇല്ലാതായി പോവുകയും ചെയ്യുന്നതായ അപ്രകാരമുള്ളതായ ടെമ്പററി ഇമോഷൻസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ദ മെയിൻ ഇമോഷൻ ഗ്രോ സ്ട്രോങ്ങർ. എന്താണ്? പ്രാധാന്യമുള്ളതായ വികാരം കൂടുതൽ ദൃഢമായി തീരുന്നതിന് എന്ത് കാരണമായി തീരുന്നു? ഈ ടെമ്പററി ഇമോഷൻസ് കാരണമായി തീരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടെമ്പററി ഇമോഷൻസിനാണ് എന്തെന്ന് പറയുന്നത്? വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. ഇൻ ദ ലവ് സ്റ്റോറി, ഒരു സ്നേഹത്തിന്റെ കഥയില് ഫീലിങ്സ് ഓഫ് ഷൈനസ്, ലോങ്ങിങ്, വറി മേ കം ആൻഡ് ഗോ, മേക്കിംഗ് ദ മെയിൻ ഇമോഷൻ റിച്ചർ. അപ്പോ ഒരു സ്നേഹം, രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയില് ഷൈനസ്, തമ്മിലുള്ള നാണം, ലോങ്ങിങ്, കാത്തിരിപ്പ്, ഉർവറി, ഭയം, ഇതൊക്കെ വന്നു പോകുന്നതാണ്. പക്ഷെ ഇതൊക്കെ എന്തിനെ ദൃഢപ്പെടുത്തുന്നു? സ്നേഹം എന്നതായ ആ പ്രധാന വികാരത്തെ ദൃഢപ്പെടുത്തുന്നു. പിന്നെ എന്താണ്? സ്ഥായി ഭാവ, പെർമനന്റ് ഓർ ഡോമിനന്റ് ഇമോഷൻ. എന്താണ് പെർമനന്റ് ഓർ ഡോമിനന്റ് ഇമോഷൻ? ദ മെയിൻ ഇമോഷൻ ദാറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഫോംസ് ദ കോർ ഓഫ് ദ രസ. അപ്പൊ എന്താണ് സ്ഥായി ഭാവ എന്നുള്ളത്? എന്താണ്? ദ മെയിൻ ഇമോഷൻ, പ്രധാനമായ വികാരം, ദാറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്, അത് സ്ഥിരതയോടുകൂടി നിൽക്കുന്നതായ പ്രാധാന്യമുള്ളതായ വികാരം, ദാറ്റ് ഫോംസ് ദ കോർ ഓഫ് ദ രസ, അതാണ് രസയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമായിട്ട് എത്തപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഇൻ ശകുന്തള, ലവ് ഈസ് ദ സ്ഥായി ഭാവ ഡോമിനേറ്റ്സ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പൊ എന്താണ്? ശകുന്തളയില് സ്നേഹം എന്നുള്ളതായ കാര്യമാണ് ആരംഭം മുതൽ അവസാനം വരെയും സ്ഥായിയായിട്ട് നിൽക്കുന്നത്. ഒരു സെക്കൻഡ്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ രസ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. നിങ്ങൾ ഓർത്തു വെക്കുക. VAVS എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്ഥായി ഭാവ. അത് അതുപോലെ പഠിക്കുക. എന്തൊക്കെയാണ് ഈ 4 സംഭവം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നാൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റണം. വിഭവ എന്ന് പറയുന്നത് എന്തോന്നാണ്? കോസ്, കാരണങ്ങളാണ്. ദ സിറ്റുവേഷൻസ്, ക്യാരക്ടേഴ്സ് ഓർ ഇവന്റ്സ് ഇൻ ദ പ്ലേ ദാറ്റ് ട്രിഗർ ആൻ ഇമോഷൻ. ദ സിറ്റുവേഷൻസ്, ക്യാരക്ടേഴ്സ് ഓർ ഇവന്റ് ഇൻ ദ പ്ലേ ദാറ്റ് ട്രിഗേഴ്സ് ആൻ ഇമോഷൻ. അതാണ് വിഭവ. എന്താണ് അനുഭവ?
The outward signs that show their emotion, like facial expressions, body movements or tone or voice. അതൊക്കെ എന്താണ്? അനുഭവം, ഔട്ട്വേർഡ് സയൻസ്. വ്യഭിചാരി ഭാവം എന്താണ്? ടെമ്പററി ഇമോഷൻസ് ദാറ്റ് എറൈസ് ആൻഡ് ഫെയ്ഡ്, ഹെൽപ്പിംഗ് ദ മെയിൻ ഇമോഷൻ ഗ്രോ സ്ട്രോങ്ങർ. അതാണ് എന്താണ് വ്യഭിചാരി ഭാവം. സ്ഥായി ഭാവം എന്താണ്? ദ മെയിൻ ഇമോഷൻ ദാറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഫോംസ് ദ കോർ ഓഫ് ദ രസ. അതിനെയാണ് സ്ഥായി ഭാവം എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ്ലി അത് മാത്രമല്ല, രസ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ബ്ലിസ്ഫുൾ ഈസ്തറ്റിക് എക്സ്പീരിയൻസ് അച്ചീവ്ഡ് ത്രൂ ഡ്രാമ. അപ്പൊ ഡ്രാമയിലൂടെ ലഭിക്കുന്നതായ ഏറ്റവും അനുഗ്രഹീതമായ എന്താണ്? ഈസ്തറ്റിക് ആയിട്ടുള്ളതായ ഒരു എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? രസ തന്നെയാണ്. ഡ്രാമയിലൂടെ ലഭിക്കുന്നതായ ഒരു സെക്കൻഡ്. ഡ്രാമയിലൂടെ ലഭിക്കുന്നതായ ഏറ്റവും ബ്ലിസ്ഫുൾ, ഏറ്റവും അനുഗ്രഹീതമായ എന്താണ്? ഈസ്തറ്റിക് എക്സ്പീരിയൻസ്, സൗന്ദര്യ അനുഭവം. ഈസ്തറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അനുഭവം. അപ്പൊ ഡ്രാമയിലൂടെ ലഭിക്കുന്നതായ ഏറ്റവും അനുഭവം, ഏറ്റവും സൗന്ദര്യാനുഭവം എന്നുള്ളത് എന്തോന്നാണ്? രസ തന്നെയാണ്. അതോടൊപ്പം തന്നെ രസയാണ് എന്തായിട്ട് കാണാൻ കഴിയുന്നത്? സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ഹയസ്റ്റ് പർപ്പസ്. ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് എന്ന് പറയുന്നത് രസ തന്നെയാണ്. ഒരു സെക്കൻഡ്, എനിക്ക് പ്രധാന കോൾ വരുന്നുണ്ട്.